വേണം, തൂഴൽ വേണം, തൂഴവ വേണം. വരവേൽക്കാനാളു വേണം, കൊടിതോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകുവച്ചു അരയന്നു കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. തോൽവി എന്തെന്നറിയാത്ത താഴ്ത്താനറിയാത്ത കാവാലം ചുണ്ടനില ജയിച്ചു വന്നു. ഓടി വന്ന് പുണരുന്നു തങ്കവേലിൽ നെറ്റിയിൽ മേൽ പൊട്ടുകുത്തുന്നു. നല്ല മീന്. എന്തൊക്കെ മീനുണ്ട്? ചൂര, അയല, മത്തി എല്ലാം ഉണ്ട്. ഓടി വല്ല എന്ത് വില? ഓ ഇതാ ഈ പിടയ്ക്കണ ചൂര 150 രൂപയുള്ളൂ. ഇങ്ങനെ പറയണത് ഇതാ നൊത്തോലി നല്ല എന്താ വില കിലോന്? കിലോന് 50 രൂപ. 50 രൂപയുള്ളൂ. അപ്പൊ ശരി, എന്നാ 1 കിലോ എടുത്തോ. 1 കിലോ എടുത്തോ. കാശ് എന്നാ പിടിച്ചോ. ചേച്ചി ചേച്ചി വാഴ്ചി വാഴ്ചി. ചേച്ചിക്കൊന്നും വേണ്ട ചേച്ചി. എന്താ ചേച്ചി? അല്ലാതെ എന്ത് മീനാ ഉള്ളേ? ഞങ്ങൾ കൂട്ടാറില്ല. കിളിമീൻ കിളിമീൻ. ചാള ഇല്ല ചേച്ചി, ചാള ഇല്ല. നല്ലതാണോ? ആ മത്തി നോക്കട്ടെ. എത്ര കിലോ വരും അത്? ഓ ഇതൊരു 6 കിലോയേ ഉള്ളൂ. 1 കിലോ വേണം. 1 കിലോ 250 രൂപ. 7 കിലോ ഉണ്ടോ? 1 കിലോ പേടിക്ക് വേണം. 1 കിലോ. തലയുണ്ടോ? വലിയ തല? സാറിനൊന്നും വേണ്ടേ സാറേ? ഈ മീനിലൊക്കെ ഫോർമാലിൻ വല്ല ഇട്ടിട്ടുണ്ടോ? ഫോർമാലിൻ പെടക്കാണല്ലേ? ഇത് വിറ്റിട്ടാണ് എന്റെ മക്കൾക്ക് ചോറും കറിയും വെക്കാനുള്ള അരി സാധനം വാങ്ങിക്കാനുള്ള. 10 രൂപയ്ക്ക് ആകെ ചൂര അയലേ മത്തിയേ ഉള്ളൂ. എന്താ ചേച്ചി ഇങ്ങനെ പറയണത്? ഒരു കണ്ണി ചോര ഇല്ലാത്ത സംസാരം. 10 രൂപയ്ക്ക് ചൂരയോ? 50 രൂപ കുറഞ്ഞ മത്തി ഇല്ല. ചേച്ചി ചേച്ചി ഇന്ദിര 1/2 കിലോയേ ഉള്ളൂ. 1/2 കിലോ മത്തി കൂടെ ആകുമ്പോ ഇത് തീരും. അയ്യോ ഇത് കടം കൊടുക്കണം. എന്താ ചെയ്ത് വേണം? ആരെങ്കിലും ഇങ്ങനെ കടം വാങ്ങിക്കോ? ചാട്ടൻ ഇവിടെ ഇല്ലല്ലോ. ചേട്ടൻ എവിടെ പോയി? ചേട്ടൻ ഇന്നലെ പോയത്. എവിടെ പോയിന്ന് അറിയില്ല. എടുക്ക്. അയ്യോ സാറേ സാറേ അത് തട്ടിക്കളയല്ലേ സാറേ. സാറേ പ്ലീസ് സാർ. എന്താ സാറേ ഇങ്ങനെ തട്ടിക്കളയണത്? പ്ലീസ് സാർ അത് തട്ടിക്കളയല്ലേ സാറേ. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിട്ട് പ്ലീസ് സാർ പ്ലീസ് സാർ തട്ടിക്കളയല്ലേ സാർ. എന്താ സാർ?
സാർ ഞാനിതാ ഈ സൈഡിലെ ഒതുങ്ങിയിരുന്നല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. ആർക്കും ഒരു തടസ്സമില്ല. നോക്കണം ഇവിടെ വല്ല ആൾക്കൂട്ടം ഉണ്ടോ? ഇല്ലല്ലോ, ഒരു ആൾക്കൂട്ടം ഇല്ല. പിന്നെ എന്താ സാർ എന്താ സാർ ഇങ്ങനെ പറയണത്? പ്ലീസ് സാർ അങ്ങനെ ചെയ്യല്ലേ സാർ. സാർ എന്റെ മക്കൾക്ക് ഇത് വിറ്റാണ് എന്റെ മക്കളെ ചോറും കറിയും വെക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള. സാറിനാണെങ്കിൽ ശമ്പളം കിട്ടുമല്ലോ, മാസം തോറും എണ്ണി അങ്ങ് വാങ്ങിക്കാം. ഞാനിത് വിറ്റ് കിട്ടുന്ന പൈസയാണ് സാർ. സാർ സാർ എന്താ സാർ എന്താ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? പാവം അവര് ആ മീൻ വീറ്റ് വേണം അവർക്ക് ഉപജീവനം നടത്താൻ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദ്രോഹമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഇതെടുത്തോണ്ട് പോവാം. സാറിന് വേണ്ട വേണ്ട സാർ, ഞാൻ എടുത്തോണ്ട് പോവാം. സാർ വേണ്ട സാർ, ഞാൻ എടുത്തോണ്ട് പോവാം. അവിടെ ഇരിക്കും, നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ ആരാ ഉപദ്രവിക്കാൻ നോക്കട്ടെ? അവിടെ ഇവിടെ മേലെ ഉയരങ്ങളിൽ കൈതരൂ. എല്ലാവരും ഒരു ക്ലാപ്പ് ഒരു പ്രത്യേക രീതിയിൽ കൊടുക്കുക. 1 2 1 2 3 1 2 1 2 1 2 ഒരു സമാപന സന്ദേശം. ഒരു സമാപന സന്ദേശം നമുക്ക് തോമസ് ബ്രാൻ സാറ് ഒരു വിലയിരുത്തൽ സർപ്രൈസ് ലിമിറ്റ് കഴിഞ്ഞു. എവിടെയായിരുന്നു ഇത്രയും കാലം? എവിടെയായിരുന്നു? TC ആയിട്ടും കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് TCI ബാച്ച് 2 മറ്റോ ഞാനത് പറഞ്ഞു. ക്ഷമിക്കണം ബാക്കിയുള്ളവർ അല്ലാതെ കേട്ടവർ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ അവർ ചില സ്കോച്ച് വിസ്കി കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റാണ്. അവർ കുറേ ഇന്ത്യക്കാർ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് 1 പെഗ്ഗെടുത്തു, 2 പെഗ്ഗെടുത്തു, കുറേ ശാപ്പാടും കിട്ടാവുന്ന പാക്കറ്റ്സ് എല്ലാം എടുത്ത് കഴിച്ച് അങ്ങനെ നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിൽ കുറേ തിന്ന് കഴിയുമ്പോഴത്തേക്ക് മദാമ്മയാണ് തൊട്ടടുത്തിരിക്കുന്നത്. അവരുടെ പേരെന്താണ്? അനലീസ് ഡിബ്രണ്ണ. അവരാണ് ഈ കേട്ടത്. അപ്പോൾ ഈ സ്വരം കേട്ടപ്പോഴത്തേക്ക് അവരെന്ത് പറഞ്ഞു? പിന്നെ ഇത് വന്നിട്ട് അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ദിസ് ഈസ് എയർ ഇന്ത്യ മാഡം. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റും കൂടെ ആയിരുന്നു. എയർ ഇന്ത്യ അത്രേ ഉള്ളൂ. എഴുതിയാണല്ലേ? സ്വന്തം കഥയായിരിക്കും. സ്വന്തം കഥയാണ്. കൈക്കത് അതിഭീകരമായ നല്ല കഥയായിരുന്നു. പക്ഷെ 2 പ്രാവശ്യം കേട്ടു. കേൾക്കത്താരുണ്ടോ എന്തോ? നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവൂലേ ഒത്തിരി പേര്? ഓക്കെ, അതാണ് എന്റെ ഇതുവരെ അത് വായിച്ചോ. അത് നല്ല കഥയാ. ഇനി നാളെയും മറ്റന്നാളും സ്കൂൾ അവധിയാണല്ലോ. ശനിയും ഞായറും കൂടി ക്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് അനു ചിന്തിച്ചു. അനു 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും സ്കൂളിൽ ഭക്ഷണമുള്ളത് കൊണ്ട് ഞങ്ങൾ സുഖമായി പോകുന്നു. അച്ഛൻ മരത്തിൽ നിന്നും വീണ് കിടപ്പിലാണ്. അച്ഛനൊന്ന് അനങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അമ്മ അച്ഛനോടൊപ്പം തന്നെ കൂട്ടിരിപ്പാണ്. ഞാനും അനിയനും രാവിലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കും. ഉച്ചത്തേത് മറ്റു കുട്ടികൾ കാണാതെ വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്കും അച്ഛനും കൊടുക്കും. അതാ ഞങ്ങളുടെ പതിവ്. അവധി ദിവസമായതിനാൽ ഞാനും അനിയനും വിഷമത്തിലാണ്. അച്ഛനും അമ്മയ്ക്കും കടന്നു പോകുന്ന ദിവസങ്ങളോ തീയതികളോ അറിയുന്നില്ല. അല്ല, അറിഞ്ഞിട്ട് വലിയ കാര്യവുമില്ല. ഞങ്ങളുടെ വിഷമങ്ങൾ ആരോടും പറയാനുമില്ല. പറഞ്ഞാലൊട്ട് വിശ്വസിക്കുകയുമില്ല. ഞാനും അനിയനും ഒരു തീരുമാനത്തിലെത്തി. നമ്മൾക്ക് അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും പണിക്ക് പോകാം. 2 ആളും 2 വശങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെ അവർ കാറുള്ള വീടുകളിലേക്ക് കയറി. കാറ് കഴുകിത്തരാം, ചെടി നനച്ചു തരാം, എന്തെങ്കിലും തന്നാൽ മതി.
മോഷ്ടിക്കില്ല, ഞങ്ങളെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറിപ്പറ്റി. അങ്ങനെ പല വീടുകളിൽ ജോലി ചെയ്ത് പണവും ആഹാരവും കിട്ടി. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. ഒരിക്കൽ ഒരാൾ ചേർത്ത് പിടിച്ച് അവൻ്റെ വിശേഷങ്ങൾ തിരക്കി. അവനെ ചേർത്ത് പിടിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായാണ്. അവൻ സങ്കടത്തോടെ എല്ലാം അയാളോട് പറഞ്ഞു. ആ നല്ല മനുഷ്യൻ അച്ഛൻ്റെ ചികിത്സ ഏറ്റെടുക്കുകയും അവരുടെ പഠനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, എനിക്ക് ചിലവാകുന്ന തുക എഴുതി വെച്ചേക്കും, അത് നിങ്ങൾ വലുതാകുമ്പോൾ മടക്കിത്തരണം. ആ കുട്ടികൾ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, വലുതാകുമ്പോൾ ഞങ്ങൾ തീർച്ചയായും മുഴുവൻ തുകയും മടക്കിത്തരാം. കുട്ടികൾ കഠിനമായ പരിശ്രമത്തിലൂടെ ഉന്നത വിജയത്തിലെത്തുകയും ഉയർന്ന ജോലി കരസ്ഥമാക്കുകയും ചെയ്തു. ആ നല്ല മനുഷ്യൻ്റെ കടം വീട്ടാനുള്ള പണവുമായി അയാളുടെ വീട്ടിൽ പോയി. അദ്ദേഹം ആ തുക വാങ്ങാതെ പറഞ്ഞു, നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാനാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. കുട്ടികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ തുക മടക്കി നൽകാൻ വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ നല്ല നിലയിലെത്തപ്പെടുകയും ചെയ്യും. അതെ, ഒരു ലക്ഷ്യം ഉണ്ടായാൽ മാത്രമേ മുന്നേറുവാൻ സാധിക്കൂ എന്ന് മനസ്സിലായില്ലേ? നിങ്ങളോടൊപ്പം എന്ത് കാര്യത്തിനും ഞാനും ഉണ്ടാകും. മക്കൾ ഇപ്പോൾ ഈ തുക കൊണ്ട് എന്തെങ്കിലും ചെയ്യുക. കുട്ടികൾ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ സഹായിക്കും. നന്ദിയും പറഞ്ഞു കുട്ടികൾ മടങ്ങിപ്പോയി. മൂട്ട പറഞ്ഞു, കൊതിച്ചേട്ടന്റെ കാര്യം എത്രയോ സുന്ദരമായ ജീവിതം, മൂളിപ്പാട്ട് പാടി പറക്കാം. എനിക്കാണെങ്കിലോ ഈ പൊത്തിലിരുന്ന് മടുത്തു. കൊതിച്ചേട്ടൻ ഇങ്ങനെ പാട്ടുപാടി ചെല്ലുമ്പോ എല്ലാവരും കൈകൊട്ടി സ്വീകരിക്കുന്നു. കൈകൊട്ടുന്നതാണ് കേൾക്കുന്നത്, കൈകൊട്ടി സ്വീകരിക്കുന്നു. എന്നെയാണെങ്കിലോ എനിക്ക് ഒരു വെളിച്ചത്തെ ഭയമാണ്. എനിക്ക് പുറത്തേക്ക് വരാൻ തന്നെ പേടിയാണ്. എനിക്കും ചേട്ടനെ പോലെ പറക്കാനായി വല്ല വഴിയുമുണ്ടോ? അതിനെന്താ മൂട്ടെ, ഞാൻ നിന്നെ സഹായിക്കാം. നീ ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കണ്ട. ഞാൻ നിനക്ക് ചിറകുകൾ വെച്ച് തരാം, എന്നെ പോലെ തന്നെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊതുവിന്റെ ശരീരത്തിലുള്ള ആ ചിറക് വലിച്ചൂതി മൂട്ടയ്ക്ക്. മൂട്ട ആ ചിറകുകളും എട്ടുകാലിയുടെ വലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പശയൊക്കെ വെച്ച് അത് സ്വന്തം ശരീരത്തിൽ ഒട്ടിച്ചു. അങ്ങനെ കൊതു പറഞ്ഞു, വേഗം മുകളിലേക്ക് കയറിക്കോളൂ, വീടിന്റെ ഉത്തരത്തിന്റെ മുകളിലേക്ക് കയറിക്കോളൂ, അവിടെ നിന്ന് ചാടുക. അപ്പോൾ എയറിൽ ഞാൻ പറക്കുന്നത് പോലെ പറക്കാൻ സാധിക്കും. അങ്ങനെ ആ കൊതുവിന്റെ വാക്ക് കേട്ട് മൂട്ട ആ എട്ടുകാലി പശയിൽ ഒട്ടിച്ച ചിറകുമായി ഉത്തരത്തിന്റെ മുകളിലെത്തി. ഉത്തരത്തിന്റെ മുകളിൽ നിന്ന് ചിറകുകൾ വീശിക്കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും പറക്കാനായി പറന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കാമോ? സാറിന് എങ്ങനെ കഴിക്കുമോ? ആ ചൂട് ഭക്ഷണം വേണം. തോമസ് സാറിനോട് ചോദിക്കുന്നത്. അങ്ങനെ പറന്നുകൊണ്ട് മൂട്ട ലാൻഡ് ചെയ്തു. വയറ് പൊട്ടി നിലത്ത് വീണ് ചത്തു. മൂട്ട ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പറ്റം ഉറുമ്പുകൾ ഈ മൂട്ടയെയും അതേപോലെ തന്നെ ചിറകൊടിഞ്ഞ് ചോര വീണ് കവശനടിയിലായ കൊതുവിനെയും കൊണ്ട് ഒരു കൂട്ടം ഉറുമ്പുകൾ വരിയായി നീങ്ങിപ്പോയി. കഥ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പാണ് U3A ബേസ്ഡ്. കാശ്മീർ ട്രിപ്പ് ഇതാ. ഞങ്ങളിവിടെ കാശ്മീരിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഹായ് പറഞ്ഞോളൂ. ആരോടെങ്കിലും ഹായ് പറഞ്ഞോളൂ. ഹായ് ബോലോ. ഹായ്. ഞാൻ തൊടാൻ വരും. ഹായ്. എന്താണ്?